വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് തേർഡ് സെമിസ്റ്റർ ലാംഗ്വേജ് ഇൻ ആക്ഷനിലെ ലാംഗ്വേജ് പ്രാക്ടീസ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ചാപ്റ്ററിൻ്റെ സമ്മറിയുടെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. Explain the interdependence of language, subjectivity and power as presented in the concept of language praxis. ലാംഗ്വേജ് പ്രാക്ടീസ് എന്ന കൺസെപ്റ്റിൽ സബ്ജക്റ്റിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി, പവർ അല്ലെങ്കിൽ അധികാരം, അതുപോലെ തന്നെ ലാംഗ്വേജ് എന്നീ കാര്യങ്ങൾ എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടതായിട്ട് കാണിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. Language praxis approaches language as a multi-dimensional entity rather than an isolated communication tool. ലാംഗ്വേജ് പ്രാക്ടീസ് എന്ന കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനം തന്നെ ലാംഗ്വേജിനെ ഈ ഒരു അപ്രോച്ചിനകത്ത് കാണുന്നത് ഒരു മൾട്ടി ഡയമെൻഷണൽ എൻറ്റിറ്റിയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള തലങ്ങൾ വരുന്ന ഒരു കാര്യമായിട്ടാണ് ലാംഗ്വേജിനെ കാണുന്നത്. ദാൻ ആൻ ഐസൊലേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ടൂൾ. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾ മാത്രമായിട്ട് ഈ അപ്രോച്ചിനകത്ത് കാണുന്നില്ല. It is through language that individuals construct and express identity. ലാംഗ്വേജിലൂടെയാണ് ആളുകൾ അവരുടെ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുകയും എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ ഉപ്പ, ഉമ്മ, അല്ലെങ്കിൽ ഡാഡി, മമ്മി എന്നുള്ള തരത്തിൽ പദപ്രയോഗങ്ങൾ നടത്തുമ്പോൾ ആ ഒരു വ്യക്തിയെക്കുറിച്ചിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, വാക്കുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതും എക്സ്പ്രസ് ചെയ്യപ്പെടുന്നതും എന്നാണ് ഈ ഒരു കൺസെപ്റ്റിൽ പറയുന്നത്. Language also reflects and reinforces power structures in society by embedding cultural norms. ഇതുകൂടാതെ ഒരു സമൂഹത്തിനകത്തുള്ള പവർ സ്ട്രക്ചേഴ്സ് ലാംഗ്വേജിലൂടെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുകയും റീഇൻഫോഴ്സ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നത്, നമ്മുടെ മലയാളത്തിനകത്ത് നമുക്ക് ചേട്ടൻ, ചേച്ചി എന്ന പദങ്ങളുണ്ട്. നമ്മളെക്കാൾ പ്രായമുള്ള ആളുകളെ നമ്മൾ അങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത് അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യുന്നത്. എന്നാൽ ഇംഗ്ലീഷ് പോലുള്ള ഭാഷകളിൽ നമുക്ക് അതിന് ഈക്വൽ ആയിട്ടുള്ള പദങ്ങൾ കാണാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ആ ഒരു സൊസൈറ്റിയുടെ കൾച്ചർ കൂടി ആ ലാംഗ്വേജിലൂടെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ലാംഗ്വേജ് പ്രാക്ടീസ് റിവീൽസ് ദി ഇന്റർഡിപെൻഡൻസ് ഓഫ് ലാംഗ്വേജ്, സബ്ജക്റ്റിവിറ്റി ആൻഡ് പവർ ബൈ എക്സ്പ്ലോറിംഗ് ദ പെർഫോമേറ്റീവ് നേച്ചർ ഓഫ് ലാംഗ്വേജ്. അങ്ങനെ ഈ ലാംഗ്വേജ് പെർഫോം ചെയ്തുകൊണ്ട് നമ്മുടെ സൊസൈറ്റിക്കകത്തുള്ള പവർ സ്ട്രക്ചേഴ്സ് റീഇൻഫോഴ്സ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി എക്സ്പ്രസ് ചെയ്യുന്നതും എങ്ങനെയാണെന്നുള്ള കാര്യം ഇവിടെ അനലൈസ് ചെയ്തുകൊണ്ടാണ് ലാംഗ്വേജ് പ്രാക്ടീസ് എന്ന കൺസെപ്റ്റിനകത്ത് ലാംഗ്വേജും സബ്ജക്റ്റിവിറ്റിയും പവറും തമ്മിലുള്ള ഇന്റർഡിപെൻഡൻസ് അവതരിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, ഇൻ വാട്ട് വേസ് ഡസ് എ പ്രാക്ടീസ് ബേസ്ഡ് അപ്രോച്ച് ടു ലാംഗ്വേജ് എഡ്യൂക്കേഷൻ കോൺട്രിബ്യൂട്ട് ടു ദി ഡീകൊളനൈസേഷൻ ഓഫ് ലിംഗ്വിസ്റ്റിക് പെഡഗോജി? ഇനി ലാംഗ്വേജ് എഡ്യൂക്കേഷനകത്ത് ഒരു പ്രാക്ടീസ് ബേസ്ഡ് അപ്രോച്ചിൽ എങ്ങനെയാണ് ലാംഗ്വേജിൻ്റെ ഡീകൊളനൈസേഷൻ നടക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ലാംഗ്വേജിൻ്റെ ഡീകൊളനൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ലാംഗ്വേജിലെ ഒരു സ്റ്റാൻഡേർഡ് വേർഷൻ മാത്രം നല്ലതും ബാക്കിയുള്ളതൊക്കെ മോശമാണ് എന്ന തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിനെയാണ് നമ്മൾ ലാംഗ്വേജിൻ്റെ കൊളനൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഉദാഹരണത്തിന് അച്ചടി ഭാഷ എന്നൊക്കെ പറയും. അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന കൺസെപ്റ്റുകളാണ് നമ്മൾ IELTSൻ്റെ കോച്ചിങ്ങിന് പോകാമെന്നൊക്കെ പറയും. അതായത് ഇംഗ്ലീഷ് ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഇങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്, ഇത് തെറ്റാണെന്നുള്ള രീതിയിലുള്ള ആ ഒരു കാഴ്ചപ്പാടിനെയാണ് ലാംഗ്വേജിൻ്റെ കൊളനൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ മലയാളത്തിൽ ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ രീതിയിലാണ് ആളുകൾ ഭാഷ ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷിലും അതുപോലെ തന്നെയാണ്. വിവിധ നാടുകളിൽ വിവിധ തരത്തിലാണ് ഈ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് വേർഷൻ മാത്രം നല്ലതാണ്, ബാക്കിയുള്ളതൊക്കെ മോശമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിനെ ഈ ലാംഗ്വേജ് പ്രാക്ടീസ് അപ്രോച്ചിനെ എതിർക്കുന്നു. അതിനെയാണ് ഈ ഡീകൊളനൈസേഷൻ ഓഫ് ലാംഗ്വേജ് എന്ന് അർത്ഥമാക്കുന്നത്. A praxis-based approach values diverse linguistic expressions and local knowledge systems. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡൈവേഴ്സ് ലിംഗ്വിസ്റ്റിക് എക്സ്പ്രഷൻസിനെ പ്രാക്ടീസ് ബേസ്ഡ് അപ്രോച്ച് വാല്യൂ ചെയ്യുന്നു. അതായത് വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകൾ വിവിധ തരത്തിലാണ് ഭാഷ ഉപയോഗിക്കുന്നത്. നമുക്ക് മലയാളത്തിൽ തന്നെ അറിയാം, തിരുവിതാംകൂർ ഭാഗത്ത്, മലബാർ ഭാഗത്ത്, അതുപോലെ തന്നെ മധ്യ കേരളത്തിലൊക്കെ വ്യത്യസ്ത തരത്തിലാണ് നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷും അതുപോലെ തന്നെയാണ്. വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകൾ വിവിധ തരത്തിലാണ് ഈ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ വാല്യൂ ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് ഈ പ്രാക്ടീസ് ബേസ്ഡ് അപ്രോച്ചിനകത്ത് നമ്മൾ കാണുന്നത്. It challenges the dominance of colonial or standard language norms and resists assimilative pressures.
അപ്പോൾ ഈ ഒരു അപ്രോച്ചിനകത്ത് ലാംഗ്വേജിൻ്റെ ഈ ഒരു ഡോമിനൻസിനെ അവർ റിജക്റ്റ് ചെയ്യുന്നു. അസിമുലേറ്റീവ് പ്രഷർ എന്ന് പറയുന്നത് ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഈ ലാംഗ്വേജുകളെല്ലാം മാറ്റിക്കൊണ്ട് ഈ സ്റ്റാൻഡേർഡ് വേർഷൻ മാത്രം ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസിനെയാണ് നമ്മൾ അസിമുലേറ്റീവ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു വേർഷൻ മാത്രം നല്ലതാണ്, ബാക്കിയുള്ളതൊക്കെ നിലവാരം കുറഞ്ഞതാണെന്നുള്ളൊരു കാഴ്ചപ്പാടിനെ ഈ ഒരു അപ്രോച്ചിനകത്ത് എതിർക്കുന്നു. ഇറ്റ് എംപവേഴ്സ് ലേണേഴ്സ് ടു റീക്ലെയിം ദർ ലിംഗ്വിസ്റ്റിക് ഐഡൻറ്റിറ്റീസ് ആൻഡ് അഫേംസ് കൾച്ചറൽ ലെജിറ്റിമസി വിത്തിൻ എഡ്യൂക്കേഷൻ. അപ്പോൾ അത്തരത്തിൽ ഓരോ പ്രദേശത്ത് സംസാരിക്കുന്ന ഭാഷ ഉപയോഗിക്കുന്ന രീതിക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യവും വാല്യൂവും ഉണ്ട് എന്നുള്ള തരത്തിൽ അവരവരുടെ ഐഡൻറ്റിറ്റി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി അനുവദിക്കുന്ന തരത്തിലുള്ള ഒരു അപ്രോച്ചാണ് ഈ ലാംഗ്വേജ് പ്രാക്ടീസ് ബേസ്ഡ് അപ്രോച്ചിനകത്ത് നമ്മൾ കാണുന്നത്. അതല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ IELTS അല്ലെങ്കിൽ മറ്റു തരത്തിലൊക്കെ പറയുന്ന പോലെ ഇങ്ങനെയാണ് ഈ ഭാഷ സംസാരിക്കേണ്ടത്, ഇതാണ് ഇതിൻ്റെ ശരിയായ രൂപം എന്നുള്ള ഒരു അപ്രോച്ചിനെ ലാംഗ്വേജ് പ്രാക്ടീസ് ബേസ്ഡ് അപ്രോച്ചിനകത്ത് എതിർക്കുന്നു. മറിച്ച് ഓരോ പ്രദേശങ്ങളിലെ ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്, അതെല്ലാം തന്നെ വാല്യൂ ഉള്ളതാണെന്നുള്ളതാണ് ഈ ഒരു അപ്രോച്ചിനകത്ത് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഈ ഡീകോളനൈസേഷൻ ഓഫ് ലിംഗ്വിസ്റ്റിക് പെഡഗോജി എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. How does the concept of language praxis challenge traditional models of language acquisition, and what implications does this have for the role of the learner in language education? ഇനി ലാംഗ്വേജ് പ്രാക്ടീസ് അപ്രോച്ച് എങ്ങനെയാണ് ട്രഡീഷണൽ ലാംഗ്വേജ് എഡ്യൂക്കേഷൻ മോഡലിനെ ചലഞ്ച് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. ഈ ഒരു അപ്രോച്ചിനകത്ത് ലേണേഴ്സിൻ്റെ റോളിനകത്ത് എന്ത് മാറ്റമാണ് വരുന്നതെന്നും ചോദിക്കുന്നു. ലാംഗ്വേജ് പ്രാക്ടീസ് റിജക്ട്സ് പ്രിസ്ക്രിപ്റ്റീവ് ആൻഡ് മെക്കാനിക്കൽ മോഡൽസ് ഓഫ് ലാംഗ്വേജ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ ലാംഗ്വേജ് എഡ്യൂക്കേഷനിൽ സാധാരണ കാണുന്നത് പ്രിസ്ക്രിപ്റ്റീവ് ആൻഡ് മെക്കാനിക്കൽ മോഡലാണ്. അതായത് നമ്മൾ കുറേ ഗ്രാമർ നമ്മൾ പഠിക്കും, ഗ്രാമർ റൂൾസ് പഠിക്കും, കുറേ വേർഡ്സിൻ്റെ മീനിങ് പഠിക്കും. അത്തരത്തിൽ പ്രിസ്ക്രിപ്റ്റീവും മെക്കാനിക്കലുമായിട്ടുള്ള ഒരു മെത്തേഡാണ് ട്രഡീഷണൽ ആയിട്ട് ലാംഗ്വേജ് എഡ്യൂക്കേഷനിലുള്ളത്. ഇതിനെ ലാംഗ്വേജ് പ്രാക്ടീസ് റിജക്റ്റ് ചെയ്യുന്നു. ഇറ്റ് പ്രൊമോട്ട്സ് എ ക്രിട്ടിക്കൽ ആൻഡ് പാർട്ടിസിപ്പേറ്ററി മോഡ് ഓഫ് ലേണിംഗ്. അതിന് പകരം ലേണേഴ്സ് ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കുകയും എൻഗേജ് ചെയ്യുകയും തരത്തിലുള്ള ഒരു അപ്രോച്ചാണ് ലാംഗ്വേജ് പ്രാക്ടീസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതൊരു എക്സാമ്പിൾ നമുക്ക് പറയാവുന്നത്, നമുക്ക് കഴിഞ്ഞ സെമിസ്റ്ററിനകത്ത് ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കും. ആ ഒരു നോവലിനകത്ത് ആഫ്രിക്കക്കാരെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതാണ്, ആ വാക്കുകൾ കൊണ്ട് അവിടെ ഉണ്ടാവുന്ന ഒരു മീനിങ് എന്താണ്, മെസ്സേജ് എന്താണ് തുടങ്ങിയ തരത്തിലേക്കൊക്കെ ആ ചാപ്റ്ററിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അത്തരത്തിൽ വെറുതെ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ വേർഡ്സ് മീനിങ് പഠിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ കൂടി ഡിസ്കസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അപ്രോച്ചാണ് ലാംഗ്വേജ് പ്രാക്ടീസ് മുന്നോട്ട് വയ്ക്കുന്നത്. ദിസ് റീപൊസിഷൻസ് ലേണേഴ്സ് ആസ് ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് റദർ ദാൻ പാസീവ് റെസിപ്പിയൻസ് ഓഫ് ലിംഗ്വിസ്റ്റിക് റൂൾസ്. അപ്പോൾ ഈ ലാംഗ്വേജ് പ്രാക്ടീസ് ബേസ്ഡ് എഡ്യൂക്കേഷനകത്ത് ലേണേഴ്സ് എന്ന് പറയുന്നത് ഇതുപോലെ ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന, അവരെ എൻഗേജ് ചെയ്യുന്ന ആളുകളായിട്ട് മാറുന്നു. ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കാണുന്നത് ഗ്രാമർ റൂൾസും വേർഡ്സൊക്കെ പഠിക്കുന്ന ഒരു പാസീവായിട്ടുള്ള ഒരു റോളാണ് ഉണ്ടായിരുന്നത്. അതാണ് ഈ ലാംഗ്വേജ് പ്രാക്ടീസ് എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ട്രഡീഷണൽ എഡ്യൂക്കേഷൻ നമ്മൾ വ്യത്യാസമായിട്ട് നമുക്ക് പറയാവുന്നത്. How does language mediate social interaction within specific cultural or institutional contexts? ഇനി വ്യത്യസ്തങ്ങളായിട്ടുള്ള സാമൂഹിക സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ലാംഗ്വേജ് സോഷ്യൽ ഇൻട്രാക്ഷനെ മീഡിയേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. Language mediates social interaction by shaping who can speak and how they can speak in different settings such as classrooms, courts or workplaces. വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളിൽ ആർക്കൊക്കെ സംസാരിക്കാം, എങ്ങനെയൊക്കെ സംസാരിക്കാം എന്നുള്ള കാര്യങ്ങൾ ലാംഗ്വേജിലൂടെയാണ് ഷേപ്പ് ചെയ്യപ്പെടുന്നത്. എക്സാമ്പിളായിട്ട് നമുക്കറിയാം, നമ്മൾ ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ കോളേജിലോ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ സംസാരിക്കുന്ന ഒരു ലാംഗ്വേജിലായിരിക്കില്ല നമ്മൾ ഒരു പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ കോടതികളിൽ നമുക്കറിയാം ജഡ്ജിമാരെയൊക്കെ നമ്മൾ യുവർ ഓണർ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ബഹുമാനം തോന്നിപ്പിക്കുന്ന വാക്കുകൾ സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. ഇനി വർക്ക് പ്ലേസിൽ ഇതുപോലെ സാറ്, മാഡം തുടങ്ങിയിട്ടുള്ള വാക്കുകളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിൽ ആർക്കൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ സംസാരിക്കാം എന്നതുമായി ബന്ധപ്പെട്ട് ലാംഗ്വേജിനകത്ത് വ്യത്യസ്ത റെഗുലേഷൻസ്, റൂൾസ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത സാമൂഹിക സാഹചര്യങ്ങളിൽ സോഷ്യൽ ഇൻട്രാക്ഷൻ മീഡിയേറ്റ് ചെയ്യുന്നത്. ദീസ് കമ്മ്യൂണിക്കേറ്റീവ് നോംസ് ആർ ഷേപ്ഡ് ബൈ കൾച്ചർ ആൻഡ് പവർ സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഭാഷാ പ്രയോഗങ്ങൾ നമുക്കറിയാം ആ ഒരു സമൂഹത്തിന് ഒരു സംസ്കാരവും അതുപോലെ തന്നെ പവർ സ്ട്രക്ചറും കൊണ്ട് രൂപപ്പെടുത്തിയെടുക്കുന്നതാണ്. What are some examples of linguistic practices that serve as markers of social identity?
ഇനി സോഷ്യൽ ഐഡൻറ്റിറ്റിയെ മാർക്ക് ചെയ്യുന്ന ലിംഗ്വിസ്റ്റിക് പ്രാക്ടീസസിനുള്ള എക്സാമ്പിൾസ് ആണ് ചോദിക്കുന്നത്. അതായത് ഭാഷയിലെ വൈവിധ്യങ്ങൾ കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ സോഷ്യൽ ഐഡൻറ്റിറ്റി എക്സ്പ്രസ് ചെയ്യപ്പെടുന്നുള്ളതിൻ്റെ എക്സാമ്പിൾസ് ആണ് ചോദിക്കുന്നത്. Accents, dialects, code switching, and vocabulary choices all signal aspects of identity such as class, ethnicity, gender, or age. അപ്പോൾ ആക്സെൻറ്റ്, ഡയലക്റ്റ് എന്നൊക്കെ നമുക്കറിയാം നമ്മുടെ ഭാഷയിലുള്ള ഒരു സംസാര ശൈലിയാണ് സൂചിപ്പിക്കുന്നത്. കോഡ് സ്വിച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. നമ്മൾ കോളേജിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ സംസാരിക്കുന്ന ഒരു പ്രത്യേകതരം ഭാഷ, നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന, നാട്ടിൽ സംസാരിക്കുന്ന വേറെ തരത്തിലുള്ള ഒരു ഭാഷ എന്നുള്ളതാണ് നമ്മൾ കോഡ് സ്വിച്ചിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൊക്കാബുലറി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു പോയിരുന്നു. അതായത് നമ്മൾ ഉപ്പ, ഉമ്മ, അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, ഡാഡി, മമ്മി എന്നൊക്കെ പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു സോഷ്യൽ ഐഡൻറ്റിറ്റി അവിടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്കറിയാം താങ്കൾ, നിങ്ങൾ, നീ, ഇജ്, ഇയ് എന്നൊക്കെ പറയുന്ന തരത്തിൽ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതെല്ലാം തന്നെ ആ വ്യക്തിയുടെ ഒരു സോഷ്യൽ ഐഡൻറ്റിറ്റി അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ ഒരു ജെൻഡർ, ഏജ്, അവരുടെ ഒരു സോഷ്യൽ ക്ലാസ്, എത്നിസിറ്റി, ഏത് പ്രദേശത്തു നിന്നുള്ളവരാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഷയിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. For instance, using regional slang or a standard variety can indicate either group belonging or distancing. അപ്പോൾ ഇത്തരത്തിൽ ആളുകൾക്ക് വേണമെങ്കിൽ ഇത് ഒരു പെർഫോമേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതായത് ഒരു അച്ചടി ഭാഷ പോലെ സംസാരിക്കുക, എന്നിട്ട് അവർക്ക് എന്താണ് അത്തരത്തിലുള്ള ഐഡൻറ്റിറ്റി അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതല്ലെങ്കിൽ അവരുടെ പ്രദേശത്തിലുള്ള പോലെ തന്നെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്തെ ആളാന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന തരത്തിലേക്ക് അവരുടെ ഐഡൻറ്റിറ്റി അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത്തരത്തിൽ ഈ ലാംഗ്വേജിനകത്ത് വരുന്ന ഈ ഒരു ഡയലക്റ്റ്, ആക്സെൻറ്റ്, വൊക്കാബുലറി തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു സോഷ്യൽ ഐഡൻറ്റിറ്റിയുടെ എക്സാമ്പിൾസ് ആയിട്ട് പറയാവുന്നതാണ്. Why is identity considered a discursive and performative practice rather than a fixed attribute? ഇനി സോഷ്യൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് എന്ന് വിളിക്കുന്നത്, ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ടായിട്ട് ഐഡൻറ്റിറ്റിയെ കാണാത്തത് എന്തുകൊണ്ടാണ്? Identity is created and expressed through language in social contexts. Lexical and accent choices mark one social identity. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതുപോലെ നമ്മുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആക്സെൻറ്റ് ചോയ്സസോ അല്ലെങ്കിൽ നമ്മുടെ ലെക്സിക്കൽ, അതായത് നമ്മൾ വേർഡ് ചോയ്സസോ എല്ലാം തന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി എക്സ്പ്രസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജിലൂടെയാണ് നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയും എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുന്നത്. സിൻസ് ഈച്ച് കമ്മ്യൂണിക്കേറ്റീവ് ആക്ട് റീഇൻഫോഴ്സസ് ഓർ റീനെഗോഷിയേറ്റ് identity, it is considered a performative practice rather than a static trait. അപ്പോൾ നമ്മുടെ ഓരോ കമ്മ്യൂണിക്കേറ്റീവ് ആക്ടിനകത്തും നമ്മൾ ഇത്തരത്തിൽ ലാംഗ്വേജ് പെർഫോം ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ സോഷ്യൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് ട്രൈറ്റ് ആയിട്ട് കാണാതെ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു പെർഫോമൻസ് ആയിട്ട് കണക്കാക്കുന്നത്. How do post-colonial and diasporic literatures use language to resist dominant discourses and assert cultural identity? ഇനി പോസ്റ്റ് കൊളോണിയൽ ഡയസ്പോറിക് ലിറ്ററേച്ചേഴ്സിനകത്ത് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഈ ഒരു ഡോമിനൻ്റ് ഡിസ്കോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുകയും കൾച്ചറൽ ഐഡൻറ്റിറ്റി എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. പോസ്റ്റ് കൊളോണിയൽ എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനികളായിരുന്നു. അപ്പോൾ നമുക്കൊക്കെ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ആ ഒരു ജനറേഷനെയാണ് നമ്മൾ പോസ്റ്റ് കൊളോണിയൽ എന്ന് പറയുന്നത്. ഡയസ്പോറിക് എന്ന് പറയുന്നത് വിവിധ രാജ്യങ്ങളിൽ പോയിട്ട് താമസിക്കുന്ന ആളുകൾ, നമ്മൾ പ്രവാസികൾ എന്ന് പറയുന്ന പോലെയുള്ള ആളുകൾ. ഇപ്പോൾ അമേരിക്കയിലോ ബ്രിട്ടനിലൊക്കെ പോയിട്ടുള്ള ഇന്ത്യക്കാർ അവിടെ നിന്നിട്ട് അവർ എഴുതുക എന്നുള്ള സംഭവമാണ് ഡയസ്പോറിക് റൈറ്റേഴ്സ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവരെങ്ങനെയാണ് ലാംഗ്വേജിനകത്തുള്ള ഈ ഡോമിനൻസിനെ എതിർക്കുന്നത്, അതുപോലെ തന്നെ കൾച്ചറൽ ഐഡൻറ്റിറ്റി എക്സ്പ്രസ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. പോസ്റ്റ് കൊളോണിയൽ ആൻഡ് ഡയസ്പോറിക് ലിറ്ററേച്ചേഴ്സ് ബ്ലെൻഡ് ഇൻഡിജിനസ് വേർഡ്സ്, നോൺ സ്റ്റാൻഡേർഡ് ഗ്രാമർ ഓർ ഓറൽ ട്രഡീഷൻസ് ഇൻ ടു ദെയർ റൈറ്റിംഗ് ടു ചലഞ്ച് കൊളോണിയൽ ലിംഗ്വിസ്റ്റിക് നോംസ്. നമ്മൾ നേരത്തെ ലാംഗ്വേജ് പ്രാക്ടീസിനകത്ത് പറഞ്ഞിരുന്നു, ലാംഗ്വേജിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വേർഷൻ, IELTSലൊക്കെ പറയുന്ന പോലെയുള്ള ഒരു സ്റ്റാൻഡേർഡ് വേർഷൻ മാത്രമാണ് ശരി, ബാക്കിയുള്ളതൊക്കെ തെറ്റാണെന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിനെയാണ് ഇവർ റിജക്റ്റ് ചെയ്യുന്നത്. ഇൻഡിജിനസ് വേർഡ്സ് എന്ന് പറയുന്നത് തദ്ദേശീയമായിട്ടുള്ള അവരുടെ ഭാഷയിലുള്ള വാക്കുകൾ, അതുപോലെ തന്നെ നോൺ സ്റ്റാൻഡേർഡ് ഗ്രാമർ. നമുക്കറിയാം നമ്മൾ നിത്യജീവിതത്തിൽ
ജീവിതത്തിൽ സംസാരിക്കുന്ന സമയത്ത് ഗ്രാമർ ഒന്നും നോക്കാതെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു സംഭാഷണങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ലാംഗ്വേജിൻ്റെ ഡോമിനൻസിനെ ഇവർ റിജക്റ്റ് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയൊക്കെ എഴുത്ത് നമുക്കറിയാം, അച്ചടി ഭാഷയിലൊന്നും അല്ല അദ്ദേഹം എഴുതുന്നത്, തദ്ദേശീയമായിട്ടുള്ള ആ ഒരു സംസാര ശൈലിയിലാണ് അദ്ദേഹം എഴുതുന്നത്. അപ്പോൾ അതുപോലെയുള്ള എഴുത്തുകളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. This reclaims cultural space and affirms alternative world views through language. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റിയും ആൾട്ടർനേറ്റീവ് വേൾഡ് വ്യൂസും എല്ലാം പോസ്റ്റ് കൊളോണിയൽ ഡയസ്പോറിക് റൈറ്റേഴ്സ് കൊണ്ടുവരുന്നത്. What role does language play in shaping public perception through media, and how can lexical choices influence audience interpretation? ഇനി മീഡിയയ്ക്കകത്തുള്ള ലാംഗ്വേജ് എങ്ങനെയാണ് പബ്ലിക് പെർസെപ്ഷൻ അല്ലെങ്കിൽ പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. മീഡിയ യൂസസ് ലാംഗ്വേജ് ടു ഷേപ്പ് പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് ഫ്രെയിം സോഷ്യൽ നരേറ്റീവ്സ്. മീഡിയയ്ക്കകത്ത് ഉപയോഗിക്കുന്ന ലാംഗ്വേജിലൂടെയാണ് പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കാൻ അവർക്ക് കഴിയുന്നത്. ലെക്സിക്കൽ ചോയ്സസ് ഇൻഫ്ലുവൻസ് ഹൗ ഓഡിയൻസ് ഇൻ്റർപ്രറ്റ് ഇവൻറ്റ്സ്. ഫോർ ഇൻസ്റ്റൻസ്, ദ ടേംസ് ഇല്ലീഗൽ ഇമിഗ്രൻ്റ് ആൻഡ് അൺഡോക്യുമെൻറ്റഡ് മൈഗ്രൻ്റ് ക്യാരി ഡിഫറെൻറ്റ് കൊണോട്ടേഷൻസ് ദാറ്റ് അഫക്ട് വെദർ ഇൻഡിവിജ്വൽസ് ആർ വ്യൂഡ് ആസ് ക്രിമിനൽ ഓർ വൾണറബിൾ. അപ്പോൾ ഈ ലെക്സിക്കൽ ചോയ്സസ് എന്ന് പറയുന്നത് വേർഡ് ചോയ്സസ് ആണ്. ലെക്സിക്കൽ എന്ന് പറയുന്നത് വാക്കുകൾ എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള വാക്കുകളിലൂടെ ഈ പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കാൻ മീഡിയയ്ക്ക് കഴിയും. എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് ഇല്ലീഗൽ ഇമിഗ്രൻ്റ് എന്ന് പറയുന്നതും അൺഡോക്യുമെൻറ്റഡ് മൈഗ്രൻ്റ് എന്ന് പറയുന്നതും ഒരു വ്യക്തിയെ ക്രിമിനലായിട്ടും ക്രിമിനൽ അല്ലാതെയും ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഇതുപോലെ നമുക്ക് ഒരു സമരം ഉണ്ടാവുന്ന സമയത്ത് അതിനെ റയറ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് എന്ന് വിളിക്കാം, കലാപം എന്ന് വിളിക്കാം, പ്രതിഷേധം എന്ന് വിളിക്കാം. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മീഡിയയ്ക്ക് പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. In what ways does the language of policy documents reflect ideological frameworks and contribute to the construction of social categories? ഇനി പോളിസി ഡോക്യുമെൻറ്റ്സിനകത്ത് ഉപയോഗിക്കുന്ന ലാംഗ്വേജിലൂടെ എങ്ങനെയാണ് സോഷ്യൽ കാറ്റഗറീസ് സൃഷ്ടിക്കപ്പെടുന്നത്, അതുപോലെ തന്നെ അതിനകത്ത് ഐഡിയോളജി അല്ലെങ്കിൽ അവിടെ ഒരു പ്രത്യയശാസ്ത്രം റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. പോളിസി ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഔദ്യോഗികമായിട്ടുള്ള രേഖകളാണ്. നമ്മൾ നിയമങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഔദ്യോഗികമായിട്ടുള്ള രേഖകളെയാണ് നമ്മൾ പോളിസി ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സിൽ ലാംഗ്വേജിലൂടെ എങ്ങനെയാണ് സോഷ്യൽ കാറ്റഗറീസ് സൃഷ്ടിക്കപ്പെടുന്നത്, ഐഡിയോളജി റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. Policy language appears neutral but often reflects dominant ideological frameworks. പോളിസി ലാംഗ്വേജ് നമുക്കറിയാം വളരെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഫോമൽ ആയിട്ടുള്ള ലാംഗ്വേജാണ് ഉണ്ടാവുക. അത് ന്യൂട്രൽ ആയിട്ട് നമുക്ക് തോന്നാം. പക്ഷേ പലപ്പോഴും അതിനകത്ത് ഈ ഒരു ഐഡിയോളജി, അതായത് ആ ഒരു ഭരണവിഭാഗത്തിൻ്റെ ആശയങ്ങൾ നമുക്കതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും. It constructs social categories through terms that encode hierarchy. Words like qualified at risk or backward caste shape how people are perceived and what kind of support or restriction they receive. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നത് ക്വാളിഫൈഡ് എന്ന് പറയുന്നൊരു വാക്ക് നമുക്കറിയാം. വിവിധ പരീക്ഷകൾക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു ക്വാളിഫിക്കേഷൻ നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ അറ്റ് റിസ്ക് എന്ന് പറയുന്നത് പ്രശ്നം ഉള്ള ആളുകൾ എന്നുള്ള തരത്തിൽ വരുന്ന വാക്കുകളാണ്. അതുപോലെ തന്നെ ബാക്ക്വേർഡ് എന്ന് പറയുന്നൊരു വാക്ക് നമുക്കറിയാം. അതൊക്കെ ഒരു തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വേറൊരു വാക്ക് പുതിയ ഒരു പോളിസിയിൽ പറയുന്നതാണ് എക്കണോമിക് വീക്കർ സെക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും EWS എന്ന് പറയുന്നത്. അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എക്കണോമിക്കലി വീക്കർ ആണുള്ളത്. ഇനി ബാക്ക്വേർഡ് കാസ്റ്റ് എന്നുള്ള ഒരു പദം നമുക്ക് പോളിസി ഡോക്യുമെൻറ്റിൽ കണ്ടുവരുന്നെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാക്ക്വേർഡ് പറയുന്നത് എന്നുള്ളത് അവിടെ അവർ വ്യക്തമാക്കുന്നില്ല. അപ്പോൾ അവർ ബാക്ക്വേർഡ് ആണെന്ന തരത്തിലുള്ള ഒരു ധ്വനി അതിനുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ വിമർശിക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ എക്കണോമിക്കലി ബാക്ക്വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയുന്നത് സാമ്പത്തികമായിട്ട് മാത്രമാണ് പിന്നോക്കം, അല്ലാതെ വേറെ കുഴപ്പമൊന്നും അവർക്കില്ല നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഈ പോളിസി ഡോക്യുമെൻറ്റിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഐഡിയോളജി അവിടെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൂടാതെ തന്നെ ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള സോഷ്യൽ കാറ്റഗറീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇനി ഇതിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, how does language praxis emphasize the relationship between language and power, and what are the implications of this perspective for how we understand communication in social and educational contexts? ഇനി ലാംഗ്വേജ് പ്രാക്ടീസ് എന്ന കൺസെപ്റ്റ് എങ്ങനെയാണ് ലാംഗ്വേജും പവറും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നത്, ഈ ഒരു പെർസ്പെക്റ്റീവ് അനുസരിച്ചുകൊണ്ട്
നമ്മൾ സോഷ്യൽ കമ്മ്യൂണിക്കേഷനിലും എഡ്യൂക്കേഷണൽ കണ്ടക്ട്സിലും ലാംഗ്വേജിനെ കാണുന്ന രീതിക്ക് എന്ത് മാറ്റമാണ് വരുന്നത്? Language praxis views language as inherently linked to power and ideology rather than a neutral communication tool. അപ്പോൾ ലാംഗ്വേജ് പ്രാക്ടീസ് എന്ന കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനമായിട്ട് വരുന്ന പോയിന്റ് ഇതാണ്. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ കമ്മ്യൂണിക്കേഷൻ ടൂൾ മാത്രമല്ല, അത് പവറുമായും ഐഡിയോളജിയുമായും ലിങ്ക്ഡ് ആണ്. It suggests that language in communication reflects and reinforces social hierarchies and institutional authority. അപ്പോൾ ലാംഗ്വേജ് ഒരു സമൂഹത്തിനകത്തുള്ള പവർ സ്ട്രക്ചേഴ്സ് റിഫ്ലക്റ്റ് ചെയ്യുകയും റീഇൻഫോഴ്സ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഈ ഒരു പോയിന്റിനകത്ത് പറയുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു, വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളിൽ ലാംഗ്വേജിലൂടെയാണ് പവർ സ്ട്രക്ചർ അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത്. ഉദാഹരണത്തിന് നമ്മളൊരു കോർട്ട് റൂമിനകത്ത് യുവർ ഓണർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ വ്യത്യസ്ത ഒഫീഷ്യൽ സെറ്റിങ്സിനകത്ത് സാർ എന്ന് മാഡം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിനകത്ത് ചേട്ടൻ ചേച്ചി തുടങ്ങിയിട്ടുള്ള പദങ്ങൾ എന്താണ്, പ്രായമുള്ള ആളുകളെ ബഹുമാനിക്കണമെന്ന ഒരു കൾച്ചറൽ വാല്യൂവിൻ്റെ റിഫ്ലക്ഷനായിട്ട് നമുക്ക് ലാംഗ്വേജിനകത്തുള്ളത്. ഇംഗ്ലീഷിനകത്ത് അതില്ല നമ്മൾ പറഞ്ഞിരുന്നു. അത്തരത്തിൽ ഈ ലാംഗ്വേജ് ഇൻ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ ഹൈറാർക്കീസ്, പവർ സ്ട്രക്ചേഴ്സ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇനി ഇത്തരത്തിലുള്ള ലാംഗ്വേജ് നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നതിലൂടെയാണ് ഇത് അടുത്ത ജനറേഷനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതിനെയാണ് നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യുന്നതെന്ന് പറയുന്നത്. In education, this means language teaching must include critical reflection. ഇനി എഡ്യൂക്കേഷനകത്ത് ഈ ഒരു അപ്രോച്ചിനകത്ത് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ ക്രിട്ടിക്കൽ റിഫ്ലക്ഷൻ കൂടി, അല്ലെങ്കിൽ വിമർശനാത്മകമായിട്ടുള്ള ഒരു ചിന്ത കൂടി ഉൾപ്പെടുത്തണമെന്നുള്ള കാര്യമാണ് പറയുന്നത്. It should examine whose voices are valued or marginalized and how it reflects social structures. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റവും ലാംഗ്വേജ് പ്രാക്ടീസ് അപ്രോച്ചിനകത്തുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ് ഷോർട്ട് ക്വസ്റ്റിൻ്റെ ആൻസറായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ആ പോയിന്റുകളൊക്കെ തന്നെ നമുക്കിവിടെ റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ട്രഡീഷണൽ അപ്രോച്ചിനകത്ത് നമ്മൾ പറയുന്നത് റൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഈ ഗ്രാമർ റൂൾസ് പഠിക്കുക, വേർഡ്സിൻ്റെ മീനിങ് പഠിക്കുക, അത്തരത്തിലുള്ള എഡ്യൂക്കേഷനാണ്. എന്നാൽ ലാംഗ്വേജ് പ്രാക്ടീസ് അപ്രോച്ചിനകത്ത് നമ്മൾ കാണുന്നത് ഈ ലാംഗ്വേജ് എങ്ങനെയാണ് ഈ സോഷ്യൽ പവർ സ്ട്രക്ചേഴ്സും അതുപോലെ തന്നെ കൾച്ചറും എല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ആരുടെ വോയിസാണ് അവിടെ വാല്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ മാർജിനലൈസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ റിഫ്ലക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ സൂചിപ്പിച്ചത് നമുക്ക് കഴിഞ്ഞ സെമിസ്റ്ററിൽ ഉണ്ടായിരുന്ന ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്നുള്ള ഒരു നോവലിനകത്ത് ലാംഗ്വേജ് എങ്ങനെയാണ് അവിടെ ഒരു ഐഡിയോളജി റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിൽ ഉള്ള എഡ്യൂക്കേഷനാണ് ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇറ്റ് എൻകറേജസ് ലേണേഴ്സ് ടു ക്വസ്റ്റ്യൻ ഡോമിനൻറ്റ് നോംസ് ആൻഡ് വ്യൂ കമ്മ്യൂണിക്കേഷൻ ആസ് എ സൈറ്റ് ഓഫ് പവർ നെഗോസിയേഷൻ. അപ്പോൾ ഇത്തരത്തിൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾ മാത്രമല്ല, അവിടെ ഒരു പവർ നെഗോസിയേഷൻ കൂടി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്ന തരത്തിലാണ് ലാംഗ്വേജ് എഡ്യൂക്കേഷൻ വേണ്ടതെന്നാണ് ഈ ഒരു അപ്രോച്ചിനകത്ത് പറയുന്നത്. അടുത്ത ചോദ്യം, ഹൗ ഡസ് ലാംഗ്വേജ് ഫങ്ഷൻ ആസ് ബോത്ത് എ റിഫ്ലക്ഷൻ ഓഫ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ആൻഡ് എ ടൂൾ ഫോർ ഓർഗനൈസിങ് ദം? ഇനി ലാംഗ്വേജ് എങ്ങനെയാണ് നമ്മുടെ സോഷ്യൽ സ്ട്രക്ചേഴ്സിൻ്റെ റിഫ്ലക്ഷനായിട്ടും അതേ സമയത്ത് തന്നെ ഈ സോഷ്യൽ സ്ട്രക്ചേഴ്സ് റീഇൻഫോഴ്സ് ചെയ്യുന്ന ഒരു ടൂളായിട്ടും പ്രവർത്തിക്കുന്നതെന്ന് ചോദിക്കുന്നു. Language reflects existing norms, roles and values of a society, such as in formal and informal speech in different contexts. അപ്പോൾ ലാംഗ്വേജിലൂടെ ഒരു സൊസൈറ്റിയുടെ വാല്യൂസും കൾച്ചറും എല്ലാം നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ സാധിക്കുമെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയുണ്ടായി, മലയാളത്തിനകത്ത് ചേട്ടൻ ചേച്ചി എന്നുള്ള പദപ്രയോഗങ്ങൾ നമ്മുടെ ഒരു കൾച്ചറാണ് അവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിനകത്ത് അതിന് ഈക്വൽ ആയിട്ടുള്ള പദങ്ങളില്ല എന്നുള്ളത് അവരുടെ കൾച്ചറാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. അത്തരത്തിൽ ലാംഗ്വേജ് ഒരു സൊസൈറ്റിയുടെ വാല്യൂസിൻ്റെ റിഫ്ലക്ഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. It also functions as a tool to organize these social structures as language shapes behavior and expectations. ഇനി ഇതേ സോഷ്യൽ വാല്യൂസിനെ അവിടെ ഓർഗനൈസ് ചെയ്യുന്നതും ഇതേ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ഈ ലാംഗ്വേജ് നിരന്തരം ഇങ്ങനെ ഉപയോഗിക്കുന്നതിലൂടെയാണ് നമ്മുടെ ബിഹേവിയർ രൂപപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് ഈ വാല്യൂസ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതും ഈ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. ഇറ്റ് ഗവേൺസ് ഹൗ പീപ്പിൾ ഇൻറ്ററാക്ട് ആൻഡ് വാട്ട് റോൾസ് ദേ പെർഫോം. അപ്പോൾ ഇത്തരത്തിൽ ഓരോ സിറ്റുവേഷനകത്തും ആളുകൾ എങ്ങനെ സംസാരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ലാംഗ്വേജ് നോംസിലൂടെയാണ് അവിടെ റീഇൻഫോഴ്സ് ചെയ്യപ്പെടുന്നത്.
Through various modes of discourse, language reflects and reinforces hierarchies in the society. അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിസ്കോഴ്സ്, അതായത് നമ്മൾ സംസാരിക്കുന്നതായിരിക്കാം, എഴുതുന്നതായിരിക്കാം, ലാംഗ്വേജിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഈ ഉപയോഗത്തിലൂടെയാണ് ഒരു സൊസൈറ്റിയുടെ വാല്യൂസ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുകയും റീഇൻഫോഴ്സ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. ആസ് സച്ച്, ലാംഗ്വേജ് ഫങ്ഷൻസ് ആസ് എ റിഫ്ലക്ഷൻ ഓഫ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ആൻഡ് എസ് എ ടൂൾ ടു ഓർഗനൈസ് ദം. അത്തരത്തിൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയുടെ സോഷ്യൽ സ്ട്രക്ചറിൻ്റെ റിഫ്ലക്ഷൻ ആണ് എന്നും, എന്നാൽ അതേ സോഷ്യൽ സ്ട്രക്ചേഴ്സ് ബിൽഡ് ചെയ്യുന്നത് ഈ ലാംഗ്വേജിലൂടെയാണെന്നും നമുക്ക് പറയാം. In what ways does a praxis-oriented approach to language learning promote equality, inclusion and critical consciousness in the classroom? ഇനി ഒരു പ്രാക്സിസ് ഓറിയൻറ്റഡ് അപ്രോച്ചിലൂടെ എങ്ങനെയാണ് ക്ലാസ് റൂമിനകത്ത് ഇക്വാലിറ്റി, ഇൻക്ലൂഷൻ, ക്രിട്ടിക്കൽ കോൺഷ്യൻസ് തുടങ്ങിയിട്ടുള്ള വാല്യൂസ് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. Praxis-oriented approach to learning values diverse linguistic backgrounds and resist marginalization of non-standard or minority dialects. അപ്പോൾ പ്രാക്സിസ് ഓറിയൻറ്റഡ് അപ്രോച്ചിനകത്ത് നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ലാംഗ്വേജിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡയലക്ട്സിനെയും വേരിയേഷൻസിനെയും ഒരുപോലെ വാല്യൂ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ IELTSലോ മറ്റൊക്കെ പറയുന്ന പോലെ ഇങ്ങനെയാണ് ലാംഗ്വേജ് സംസാരിക്കേണ്ടത്, ഇതാണ് ഒറിജിനൽ എന്നുള്ള തരത്തിലുള്ള ഒരു അപ്രോച്ചിനെ ഇവർ എതിർക്കുന്നു. മറിച്ച് വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള ആളുകൾ വ്യത്യസ്ത തരത്തിലാണ് സംസാരിക്കുന്നത്, അതെല്ലാം തന്നെ ഈക്വൽ വാല്യൂ ഉള്ള ലാംഗ്വേജ് വേരിയേഷൻസ് ആണ് എന്നൊരു അപ്രോച്ചാണ് ലാംഗ്വേജ് പ്രാക്ടീസിനകത്തുള്ളത്. ഇറ്റ് ഈസ് ദെയർഫോർ ഇൻക്ലൂസീവ് ആൻഡ് പ്രൊമോട്ട്സ് ഇക്വാലിറ്റി. അത്തരത്തിലാണ് ഈ ഒരു ഇൻക്ലൂസിവിറ്റി, ഇക്വാലിറ്റി തുടങ്ങിയിട്ടുള്ള വാല്യൂസ് ഈ ലാംഗ്വേജ് പ്രാക്ടീസ് അപ്രോച്ചിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. Learners are encouraged to explore how language relates to identity, justice and power. ഇനി ട്രഡീഷണൽ എഡ്യൂക്കേഷനകത്ത് ഗ്രാമർ റൂൾസും വേർഡ്സിൻ്റെ മീനിങ്സും മാത്രം പഠിക്കുന്ന ഒരു സംവിധാനമാണെങ്കിൽ, പ്രാക്ടീസ് ബേസ്ഡ് അപ്രോച്ചിനകത്ത് നമ്മൾ പറഞ്ഞു ലാംഗ്വേജും ഐഡൻറ്റിറ്റിയും പവറുമായിട്ടുള്ള റിലേഷൻസിനെ കുറിച്ച് കൂടി ഡിസ്കസ് ചെയ്യുന്ന തരത്തിലുള്ള അപ്രോച്ചാണ് ഇവിടെ വരുന്നത്. ദ ക്ലാസ് റൂം ബിക്കംസ് എ സ്പേസ് ഫോർ ഡയലോഗ് ആൻഡ് റിഫ്ലക്ഷൻ ഇൻസ്റ്റെഡ് ഓഫ് പ്രിസ്ക്രിപ്റ്റീവ് ലേണിംഗ്. അപ്പോൾ അത്തരത്തിൽ ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡിലുള്ള ഒരു പ്രിസ്ക്രിപ്റ്റീവ് ലേണിങ്ങിന് പകരമായിട്ട് ഒരു ഡയലോഗിൻ്റെയും റിഫ്ലക്ഷൻ്റെയും സ്പേസ് ആയിട്ട് ക്ലാസ് റൂമുകൾ മാറുന്നത് ലാംഗ്വേജ് പ്രാക്ടീസ് ബേസ്ഡ് അപ്രോച്ചിനകത്ത് നമ്മൾ കാണുന്നു. Such an approach cultivates awareness of social issues and how language reflects or reinforces them. അപ്പോൾ ഇത്തരത്തിൽ സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചിട്ടുള്ളൊരു അവബോധം ഉണ്ടാക്കുകയും ലാംഗ്വേജിലൂടെ എങ്ങനെയാണത് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നത്, റീഇൻഫോഴ്സ് ചെയ്യപ്പെടുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു അവബോധം ഉണ്ടാക്കാൻ ഈ ഒരു അപ്രോച്ചിന് സാധിക്കുന്നു. ദറ്റ്സ് എ പ്രാക്ടീസ് ബേസ്ഡ് അപ്രോച്ച് പ്രൊമോട്ട്സ് ഇക്വാലിറ്റി, ഇൻക്ലൂഷൻ ആൻഡ് ക്രിട്ടിക്കൽ കോൺഷ്യസ്നെസ്. അപ്പോൾ അത്തരത്തിൽ ഒരു പ്രാക്ടീസ് ബേസ്ഡ് അപ്രോച്ചിനകത്ത് ഈ ഇക്വാലിറ്റി, ഇൻക്ലൂഷൻ, ക്രിട്ടിക്കൽ കോൺഷ്യസ്നെസ് തുടങ്ങിയിട്ടുള്ള വാല്യൂസ് പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. In what ways does language contribute to the construction and negotiation of social identity? ഇനി സോഷ്യൽ ഐഡൻറ്റിറ്റിയുടെ കൺസ്ട്രക്ഷനിലും നെഗോസിയേഷനിലും ലാംഗ്വേജിനുള്ള റോൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് ഈസ് ത്രൂ ലാംഗ്വേജ് ദാറ്റ് ഇൻഡിവിജ്വൽസ് എക്സ്പ്രസ് ദെയർ സോഷ്യൽ ഐഡൻറ്റിറ്റി. അപ്പോൾ ലാംഗ്വേജിലൂടെയാണ് ആളുകൾ അവരുടെ സോഷ്യൽ ഐഡൻറ്റിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. ഫീച്ചേഴ്സ് ലൈക്ക് ആക്സെൻറ്റ്, വൊക്കാബുലറി ആൻഡ് ഡയലക്റ്റ് സിഗ്നൽസ് സോഷ്യൽ മാർക്കേഴ്സ് ലൈക്ക് ക്ലാസ്, ജെൻഡർ, എത്നിസിറ്റി ഓർ റീജിയൻ. അപ്പോൾ ആളുകൾ സംസാരിക്കുന്നതിലുള്ള ആക്സെൻറ്റ്, വൊക്കാബുലറി, ഡയലക്റ്റ് തുടങ്ങിയത്, അതായത് സംസാര ശൈലി, അതുപോലെ വൊക്കാബുലറി എന്ന് പറയുന്ന വാക്കുകൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അച്ഛൻ, അമ്മ അല്ലെങ്കിൽ ഉപ്പ, ഉമ്മ, ഡാഡി, മമ്മി എന്ന് പറയുന്നത് അവരുടെ ഒരു ഐഡൻറ്റിറ്റി സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ താങ്കൾ, നിങ്ങൾ, ഇജ്, ഇയ്, നീയ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പദപ്രയോഗങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ അവരുടെ ക്ലാസ്, ജെൻഡർ, എത്നിസിറ്റി, റീജിയൻ തുടങ്ങിയിട്ടുള്ള സോഷ്യൽ ഐഡൻറ്റിറ്റിയെ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരുന്നു. ലാംഗ്വേജ് യൂസ് അലൗസ് ഇൻഡിവിജ്വൽസ് ടു അലൈൻ വിത്ത് ഓർ ഡിസ്റ്റൻസ് ദെംസെൽഫ് ഫ്രം സർട്ടൻ ഗ്രൂപ്പ്സ്. Such a deliberate use of language contributes to the negotiation of social identity. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ സോഷ്യൽ ഐഡൻറ്റിറ്റി ലാംഗ്വേജിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത് മാത്രമല്ല, നമുക്കത് നെഗോഷിയേറ്റ് ചെയ്യാനും വേണ്ടി സാധിക്കും. അതായത് നമ്മൾ ഒന്നുകിൽ അച്ചടി ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യാതിരിക്കാൻ വേണ്ടി സാധിക്കും. അതല്ല, നമ്മൾ സാധാരണ നാട്ടിൽ സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സോഷ്യൽ ഐഡൻറ്റിറ്റി നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത്തരത്തിൽ നമുക്കത് നെഗോഷിയേറ്റ് ചെയ്തിട്ട് എവിടെയൊക്കെ എക്സ്പ്രസ് ചെയ്യണം, എവിടെയൊക്കെ എക്സ്പ്രസ് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ ഈ ലാംഗ്വേജിലൂടെ നമുക്ക് സോഷ്യൽ ഐഡൻറ്റിറ്റി നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നാണ് പറയുന്നത്.
ഐഡൻറ്റിറ്റി ഈസ് ഷേപ്ഡ് ബൈ ഹൗ എൻ ഇൻഡിവിജ്വൽ ചൂസസ് ടു സ്പീക്ക് ഇൻ ഡിഫറെൻറ്റ് കണ്ടക്സ്റ്റ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഓരോ കണ്ടക്സ്റ്റിലും എങ്ങനെ നമ്മൾ സംസാരിക്കുന്നു എന്നതിലൂടെയാണ്. ദസ് ഐഡൻറ്റിറ്റി ഈസ് നോട്ട് സ്റ്റേറ്റിക് ബട്ട് കൺസ്ട്രക്റ്റഡ് ആൻഡ് നെഗോഷിയേറ്റഡ് ത്രൂ ലാംഗ്വേജ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ സോഷ്യൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിക് ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ഒരു ഫീച്ചറല്ല, മറിച്ച് നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു, ഏത് തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നതിലൂടെയാണ് നമ്മുടെ സോഷ്യൽ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുകയും എക്സ്പ്രസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. How does language in literary texts function as both an aesthetic and ideological tool? ഇനി ലിറ്ററേച്ചറിനകത്ത് എങ്ങനെയാണ് ലാംഗ്വേജ് ഒരേ സമയം ഐഡിയോളജിക്കൽ ടൂളും എസ്തെറ്റിക് ടൂളുമായിട്ട് പ്രവർത്തിക്കുന്നത്? ലാംഗ്വേജ് ഇൻ ലിറ്ററേച്ചർ ഫങ്ഷൻസ് ആസ് ബോത്ത് എൻ ഐഡിയോളജിക്കൽ ആൻഡ് എസ്തെറ്റിക് ടൂള്. അപ്പോൾ ലിറ്ററേച്ചറിനകത്ത് ലാംഗ്വേജ് ഒരു എസ്തെറ്റിക് ടൂള്, ആ ലിറ്ററേച്ചറിന് സൗന്ദര്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ലാംഗ്വേജ് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഐഡിയോളജിക്കൽ ടൂള്, ഒരു ആശയം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ലാംഗ്വേജ് ഉപയോഗിക്കുന്നു. Writers use figurative language and various literary devices to create aesthetic experiences and emotional impact. അപ്പോൾ റൈറ്റേഴ്സ് വിവിധങ്ങളായിട്ടുള്ള ലിറ്റററി ഡിവൈസസും അതുപോലെ ഫിഗറേറ്റീവ് ലാംഗ്വേജും ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു എസ്തെറ്റിക് ക്വാളിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം റൈമിംഗ് വേർഡ്സ്, അലിറ്ററേഷൻ, റൈമിംഗ് സ്കീം, സിമിലി തുടങ്ങിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ഈ ലിറ്റററി ഡിവൈസസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു എസ്തെറ്റിക് ക്വാളിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. At the same time, literature functions as an ideological tool by exploring complex themes and challenging dominant narratives. എന്നാൽ ഈ ഒരു എസ്തെറ്റിക് ക്വാളിറ്റി മാത്രമല്ല ലിറ്ററേച്ചറിനുള്ളത് നമുക്കറിയാം. അതിനകത്ത് വിവിധങ്ങളായിട്ടുള്ള ആശയങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷൻ, വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ലിറ്ററേച്ചറിനകത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കും. The deliberate use of language with a narrative voice, metaphor and symbolism facilitate this function. അപ്പോൾ ഒരു ഐഡിയോളജിക്കൽ ടൂൾ എന്ന രീതിയിൽ ലാംഗ്വേജിനകത്ത് നരേറ്റീവ് വോയിസ് എന്നുള്ള ഒരു ടൂൾ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. നരേറ്റീവ് വോയിസ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ എന്നൊക്കെ പറയുന്ന പോലെ ആരുടെ വോയിസിലൂടെയാണ് ആ സ്റ്റോറി പറയുന്നത് എന്നുള്ളത്. നമുക്കൊരു എക്സാമ്പിൾ പറയാൻ കഴിയുന്നത്, നമുക്ക് കഴിഞ്ഞ സെമിസ്റ്ററിൽ യെല്ലോ വാൾപേപ്പർ എന്ന് പറയുന്ന ഒരു സ്റ്റോറിക്കകത്ത് ഒരു മാനസിക നില തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആളുടെ ഒരു വോയിസിലൂടെയാണ് ആ കഥ പറയുന്നത്. അതിൽ ഒരു സാമൂഹിക വിമർശനമുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടിരുന്നു. അതുപോലെ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുന്ന ആ ഒരു നോവലിനകത്ത് ഒരു ക്രിയേച്ചറിൻ്റെ വോയിസിലൂടെയാണ് ആ സ്റ്റോറി പറയുന്നത് നമ്മൾ കണ്ടിരുന്നു. അത്തരത്തിൽ നരേറ്റീവ് വോയിസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഐഡിയോളജി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ മെറ്റഫർ, സിംബോളിസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൂടെയെല്ലാം ഇത്തരത്തിലെ ആശയങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കും. Post-colonial texts, for instance, challenge dominant narratives by resisting standard language norms. ഇതുകൂടാതെ ലാംഗ്വേജിനകത്തുള്ള ഒരു കൊളോണൈസേഷനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട് ലിറ്ററേച്ചറിനകത്ത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എക്സാമ്പിളായിട്ട് നമ്മൾ പോസ്റ്റ് കൊളോണിയൽ ടെക്സ്റ്റിനകത്ത് ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള ലാംഗ്വേജ് വെറൈറ്റീസ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ദേ ഇൻകോർപ്പറേറ്റ് ഇൻഡിജിനസ് ലെക്സിക്കോൺസ് ആൻഡ് ഹൈബ്രിഡ് ഗ്രാമർ ആസ് ആൻ ആക്ട് ഓഫ് അസേർട്ടിങ് കൾച്ചറൽ അതോറിറ്റി. അപ്പോൾ ഇൻഡിജിനസ് ആയിട്ടുള്ള തദ്ദേശീയമായിട്ടുള്ള വാക്കുകളും ഗ്രാമറും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് എഴുതുന്നതിലൂടെ ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിലൂടെ സാധിക്കുന്നു. നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞിരുന്നു, നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒക്കെ എഴുത്തിനകത്ത് നമുക്കറിയാം അച്ചടി ഭാഷയല്ല അദ്ദേഹം എഴുതുന്നത്, ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റി ഉള്ള ഒരു എഴുത്താണെന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റി എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ലിറ്ററേച്ചർ ലാംഗ്വേജിലൂടെ ഉപയോഗിക്കപ്പെടുന്നത് നമുക്ക് കാണാം. ലിറ്ററേച്ചർ therefore does not just entertain but intervenes in cultural and political conversations. അപ്പോൾ അത്തരത്തിൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, അവിടെ ഒരു കൾച്ചറൽ പൊളിറ്റിക്കൽ കോൺവെർസേഷൻസ് കൂടി കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇറ്റ് ഫങ്ഷൻസ് ആസ് ബോത്ത് എൻ എസ്തെറ്റിക് ആൻഡ് ഐഡിയോളജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. അത്തരത്തിൽ ലിറ്ററേച്ചറിനകത്ത് ലാംഗ്വേജ് ഒരേ സമയത്ത് ഒരു എസ്തെറ്റിക് ടൂളും ഒരു ഐഡിയോളജിക്കൽ ടൂളുമാണെന്ന് നമുക്ക് പറയാം. Discuss how the language used in media and policy documents shape public perception and reinforces power structures. ഇനി മീഡിയയ്ക്കകത്തും പോളിസി ഡോക്യുമെൻസിനകത്തും യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എങ്ങനെയാണ് പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുകയും പവർ സ്ട്രക്ചേഴ്സ് റീഇൻഫോഴ്സ് ചെയ്യുകയും ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. Language in media and policy documents is not neutral as it shapes public perception and reinforces power structures. അപ്പോൾ മീഡിയയ്ക്കകത്തും പോളിസി ഡോക്യുമെൻസിനകത്തും വരുന്ന ലാംഗ്വേജ് ന്യൂട്രൽ അല്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം അതിനകത്ത് ഉപയോഗിക്കുന്ന ലാംഗ്വേജിലൂടെയാണ് പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുകയും അതുപോലെ സമൂഹത്തിനകത്തുള്ള പവർ സ്ട്രക്ചേഴ്സ് റീഇൻഫോഴ്സ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്.
Media employs strategic word choices, metaphors, and framing to influence how audiences interpret events or people. ഇനി മീഡിയയ്ക്കകത്ത് വിവിധങ്ങളായിട്ടുള്ള ടെക്നിക്സ് അവർ ഉപയോഗിക്കുന്നുണ്ട്. വേർഡ് ചോയ്സസ്, ഏത് തരത്തിലുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്, അതുപോലെ തന്നെ മെറ്റഫേഴ്സ്, ഫ്രെയിമിംഗ് എന്ന് പറയുന്നത് ഒരു വാർത്ത അവതരിപ്പിക്കുന്ന സമയത്ത് അതിൽ ഏതൊക്കെ കാര്യമാണ് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത്, ഏതൊക്കെ കാര്യമാണ് പറയാതിരിക്കേണ്ടത് തുടങ്ങിയതൊക്കെയാണ് ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയൊക്കെ പൊതുജനാഭിപ്രായത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മീഡിയയ്ക്ക് സാധിക്കും. For example, the difference between protest and riot carries ideological weight. ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്, ഒരു സമരത്തിനെ പ്രൊട്ടസ്റ്റ് എന്ന് വിളിക്കുന്നതും റയറ്റ് എന്ന് വിളിക്കുന്നതും വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിലുള്ള ഒരു സന്ദേശമാണ് പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നത്. അതായത് കലാപം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമുക്കതിന് പ്രതിഷേധം എന്ന് വിളിക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഈ മീഡിയക്കകത്ത് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്നതാണെന്ന് നമുക്ക് കാണാവുന്നതാണ്. Policy documents use formal bureaucratic language to present decisions as objective and authoritative. ഇനി പോളിസി ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഔദ്യോഗിക രേഖകളാണ്. അതിനകത്ത് നമുക്കറിയാം ഒരു ഫോമൽ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക. ദിസ് ലാംഗ്വേജ് മാർക്സ് അണ്ടർലൈങ് പവർ ഡൈനാമിക്സ് ആൻഡ് ഓഫ്റ്റൺ കൺസെപ്റ്റ്സ് സോഷ്യൽ കാറ്റഗറീസ് ലൈക്ക് അറ്റ് റിസ്ക് ഓർ ക്വാളിഫൈഡ് ഇൻ വേസ് ദാറ്റ് അഫക്റ്റ് പബ്ലിക് പെർസെപ്ഷൻ. ഇനി ഇത്തരത്തിലുള്ളൊരു ഫോമൽ ലാംഗ്വേജ് കാണുമ്പോൾ നമുക്കത് ന്യൂട്രൽ ആയിട്ട് തോന്നാമെങ്കിലും ഈ പോളിസി ഡോക്യുമെൻറ്റ്സിനകത്ത് ഉപയോഗിക്കുന്ന ലാംഗ്വേജിലൂടെയും പവർ സ്ട്രക്ചേഴ്സ് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് നമ്മൾ കാണുന്നത്. എക്സാമ്പിളായിട്ട് നമ്മൾ അറ്റ് റിസ്ക് അല്ലെങ്കിൽ ക്വാളിഫൈഡ് തുടങ്ങിയിട്ടുള്ള പദപ്രയോഗങ്ങൾ നമുക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന നമ്മുടെ ഒരു സാമൂഹിക സാഹചര്യത്തിൽ ബാക്ക്വേർഡ് ക്ലാസ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് കാസ്റ്റ് തുടങ്ങിയിട്ടുള്ള പദപ്രയോഗങ്ങളെല്ലാം തന്നെ ഒരു സോഷ്യൽ കാറ്റഗറീസ് ഉണ്ടാക്കുകയും അതുപോലെ തന്നെ പബ്ലിക് പെർസെപ്ഷനെ സ്വാധീനിക്കുകയും ചെയ്യുന്നതാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. Therefore, language in media and policy documents significantly affects public perception and reinforces power structures. അപ്പോൾ ഇത്തരത്തിൽ ഈ മീഡിയയ്ക്കകത്തും പോളിസി ഡോക്യുമെൻറ്റ്സിനകത്തും ഉപയോഗിക്കുന്ന ലാംഗ്വേജ് പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുകയും പവർ സ്ട്രക്ചേഴ്സിനെ റീഇൻഫോഴ്സ് ചെയ്യപ്പെടുന്നതുമാണെന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം: critically examine the concept of language praxis as both a pedagogical framework and a tool for social transformation. ലാംഗ്വേജ് പ്രാക്സിസ് എന്ന കൺസെപ്റ്റിനെ ഒരു പെഡഗോജിക്കൽ ഫ്രെയിംവർക്കായിട്ടും സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ്റെ ടൂളായിട്ടും എക്സാമിൻ ചെയ്യാനാണ് പറയുന്നത്. പെഡഗോജിക്കൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്ന അർത്ഥമാണ് വരുന്നത്. സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ നമുക്കറിയാം, ഒരു സാമൂഹിക പരിവർത്തനം എന്നുള്ള അർത്ഥമാണ് വരുന്നത്. Language praxis is an approach in linguistics based on Paulo Freire's critical pedagogy. ലാംഗ്വേജ് പ്രാക്സിസ് എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക്സിലെ അല്ലെങ്കിൽ ഭാഷാ പഠനത്തിലുള്ള ഒരു അപ്രോച്ചാണ്. അത് പൗലോ ഫ്രെയർ എന്നുള്ള ഒരു ക്രിട്ടിക്കൽ പെഡഗോജിയിൽ നിന്ന് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇറ്റ് എയിംസ് അറ്റ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ത്രൂ ദ യൂസ്, സ്റ്റഡി ആൻഡ് ടീച്ചിങ് ഓഫ് ലാംഗ്വേജ്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ലാംഗ്വേജിൻ്റെ ഉപയോഗം, അതുപോലെ പഠനം, അതുപോലെ തന്നെ അതിൻ്റെ ടീച്ചിങ് എന്നിവയിലൂടെ ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ സാധ്യമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യമായിട്ട് വരുന്നത്. The central idea of the concept is that language is not just a communication tool. Instead, language is closely associated with power, social norms, and ideology, as it reflects and reinforces the power dynamics of a society. ഇനി ലാംഗ്വേജ് പ്രാക്സിസ് എന്ന കൺസെപ്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്, ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾ മാത്രമല്ല, ലാംഗ്വേജിലൂടെ ഈ സോഷ്യൽ നോംസും ഐഡിയോളജിയും എല്ലാം റിഫ്ലക്റ്റ് ചെയ്യപ്പെടുകയും റീഇൻഫോഴ്സ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നതാണ്. As a pedagogical framework, it shifts language education from passive reception to active dialogic learning. ഇനി പെഡഗോജിക്കൽ ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ കണ്ടക്സ്റ്റിനകത്ത് ഇറ്റ് ഷിഫ്റ്റ്സ് ലാംഗ്വേജ് എഡ്യൂക്കേഷൻ ഫ്രം പാസീവ് റിസെപ്ഷൻ. ട്രഡീഷണലായിട്ട് നമ്മൾ പറഞ്ഞു പാസീവ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ മോഡലാണ്, അതായത് ഗ്രാമർ, റൂൾസ്, വേർഡ്സ് ഒക്കെ പഠിക്കുക എന്നുള്ള തരത്തിലുള്ള ഒരു മെക്കാനിക്കലായിട്ടുള്ള പാസീവ് ആയിട്ടുള്ള റിസെപ്ഷനാണ്. ഇതിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു ഡയലോജിക് ലേണിംഗ്, ഒരു പാർട്ടിസിപ്പേഷനും ക്രിട്ടിക്കൽ തിങ്കിങ്ങും എല്ലാം വരുന്ന ഒരു മെത്തേഡിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു അപ്രോച്ചിൽ നമ്മൾ കാണുന്നത്.
Learners are encouraged to critically engage with the text and speech, questioning power and bias in communication. അപ്പോൾ ഈ ടെക്സ്റ്റ് നമുക്ക് പഠിക്കാൻ വരുന്ന പോയംസോ സ്റ്റോറീസോ എന്തു തന്നെയാണെന്നുണ്ടെങ്കിലും അവയിലെല്ലാം തന്നെ വരുന്ന ഈ ലാംഗ്വേജിനകത്ത് എങ്ങനെയാണ് ഈ പവർ സ്ട്രക്ചേഴ്സും അതുപോലെ തന്നെ ഈ സോഷ്യൽ നോംസും എല്ലാം റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നത്, റീഇൻഫോഴ്സ് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യമെല്ലാം ഡിസ്കസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷനാണ് ലാംഗ്വേജ് പ്രാക്ടീസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് കഴിഞ്ഞ സെമിസ്റ്ററിൽ ഉണ്ടായിരുന്ന ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്ന ആ ഒരു നോവലിനകത്ത് ലാംഗ്വേജ് യൂസ് ചെയ്തിരിക്കുന്നത് ഐഡിയോളജിയുമായിട്ട് എങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ട് വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ ഡിസ്കസ് ചെയ്തു പോയിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു എഡ്യൂക്കേഷൻ മോഡലാണ് ഇവിടെ പറയുന്നത്. It promotes participatory inclusive education by recognizing diverse linguistic and cultural identities. ഇതുകൂടാതെ ഇത് ഇൻക്ലൂസീവ് കൂടിയാണ്, അതായത് ലാംഗ്വേജിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് എല്ലാം തന്നെ ഈക്വൽ ആണ് എന്നൊരു കൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത്. ലാംഗ്വേജ് പ്രാക്ടീസ് അലൈൻസ് എഡ്യൂക്കേഷൻ വിത്ത് ബ്രോഡർ ഗോൾസ് ഓഫ് ഇക്വിറ്റി, എംപവർമെൻറ്റ് ആൻഡ് ഡെമോക്രാറ്റിക് എൻഗേജ്മെൻറ്റ്. അത്തരത്തിൽ ലാംഗ്വേജ് പ്രാക്ടീസ് എന്ന കൺസെപ്റ്റിനകത്ത് ലാംഗ്വേജ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കേവലം ഗ്രാമർ റൂൾസോ വേർഡ്സോ ഒക്കെ ആയിട്ടുള്ള ലാംഗ്വേജ് പഠിക്കുക എന്ന് മാത്രമല്ല, മറിച്ച് ലാംഗ്വേജിലൂടെ എങ്ങനെയാണ് സൊസൈറ്റിയുടെ വാല്യൂസ് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യം പറയുകയും അത് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ള കാര്യത്തെ കൂടി പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് പുതിയ കാലഘട്ടത്തിൽ ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ലാംഗ്വേജിലൂടെ ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ വരുന്ന കാര്യത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. As a tool for social transformation, it enables marginalized communities to reclaim voice and agency through language. ഇനി സാമൂഹിക പരിവർത്തനത്തിലുള്ള ഒരു ടൂൾ എന്ന രീതിയിൽ സമൂഹത്തിനകത്തുള്ള മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ പാർശ്വവൽകൃത വിഭാഗങ്ങളുടെ ശബ്ദമുയർത്താൻ വേണ്ടിയിട്ട് ലാംഗ്വേജ് പ്രാക്ടീസ് സപ്പോർട്ട് ചെയ്യുന്നു. ഇറ്റ് സപ്പോർട്ട്സ് ഡീകൊളനൈസേഷൻ ഓഫ് ലാംഗ്വേജ് ബൈ ലെജിറ്റിമൈസിങ് നോൺ ഡോമിനൻ്റ് ലാംഗ്വേജ് വെറൈറ്റീസ്. ഇതുകൂടാതെ ലാംഗ്വേജിൻ്റെ ഡീകൊളനൈസേഷന് ഇത് സപ്പോർട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞിരുന്നു. അതായത് ഒരു പ്രത്യേക തരത്തിലുള്ള അച്ചടി ഭാഷ മാത്രമാണ് ശരിയായിട്ടുള്ളത്, ബാക്കിയുള്ള പ്രാദേശികമായിട്ടുള്ള ഭാഷകളെല്ലാം തെറ്റാണ് എന്നുള്ള ഒരു അപ്രോച്ചിനെ ഇവർ എതിർക്കുന്നു. മറിച്ച് എല്ലാ ലാംഗ്വേജ് വെറൈറ്റീസും ഈക്വലാണ് എന്നുള്ള തരത്തിലുള്ള ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നു. Language practice therefore promotes a justice-oriented education which values equality and inclusivity. അപ്പോൾ അത്തരത്തിൽ ലാംഗ്വേജ് പ്രാക്ടീസിനകത്ത് നമ്മൾ കാണുന്നത് ഈ ഒരു ജസ്റ്റിസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനാണ്. ഈ ഒരു എഡ്യൂക്കേഷനിലൂടെയാണ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇക്വാലിറ്റി, ഇൻക്ലൂസിവിറ്റി തുടങ്ങിയിട്ടുള്ള വാല്യൂസ് ഇതിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇറ്റ് ഓൾസോ ഫങ്ഷൻസ് ആസ് എ ടൂൾ ഫോർ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ആസ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് അവയർനെസ്. അപ്പോൾ അത്തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു ലാംഗ്വേജ് എഡ്യൂക്കേഷനിലൂടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും അവയർനെസ്സും ഒക്കെ കൊടുക്കുന്നതിലൂടെയാണ് ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ്റെ ടൂളായിട്ട് കൂടി ഈ ലാംഗ്വേജ് പ്രാക്ടീസ് എന്ന അപ്രോച്ചിനകത്ത് പ്രവർത്തിക്കുന്നത്. അടുത്ത ചോദ്യം, ഡിസ്കസ് ദ ഡുവൽ റോൾ ഓഫ് ലാംഗ്വേജ് ആസ് ബോത്ത് എ മീഡിയം ഓഫ് സോഷ്യൽ പ്രാക്ടീസ് ആൻഡ് എ മെക്കാനിസം ഓഫ് ഐഡൻറ്റിറ്റി ഫോർമേഷൻ. ഇനി ലാംഗ്വേജ് എങ്ങനെയാണ് ഒരേ സമയത്ത് സോഷ്യൽ പ്രാക്ടീസിൻ്റെ മീഡിയമായിട്ടും ഐഡൻറ്റിറ്റി ഫോർമേഷൻ്റെ ടൂളായിട്ടും പ്രവർത്തിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. Language is more than just a communication tool. It plays a crucial role in social practice and identity formation. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾ മാത്രമല്ല, നമ്മുടെ സോഷ്യൽ പ്രാക്ടീസിലും ഐഡൻറ്റിറ്റി ഫോർമേഷനിലും അത് നിർണായകമായിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്നുണ്ട്. Language is not neutral as it reflects and reinforces social structures and social identity. ഇനി ലാംഗ്വേജ് എന്ന് പറയുന്നത് ന്യൂട്രൽ അല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും അതുപോലെ തന്നെ നമ്മുടെ സംസാര ശൈലിയും എല്ലാം തന്നെ നമ്മുടെ സോഷ്യൽ ഐഡൻറ്റിറ്റിയെയും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള സോഷ്യൽ സ്ട്രക്ചേഴ്സിനെയും റീഇൻഫോഴ്സ് ചെയ്യുകയും റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. Language is an integral part of social life as it facilitates everyday communications to formal discourses. ഇനി നമ്മുടെ സോഷ്യൽ ലൈഫിൽ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. നമുക്കറിയാം, നമ്മുടെ എവറിഡേ കമ്മ്യൂണിക്കേഷൻസ് മുതൽ ഫോർമൽ കമ്മ്യൂണിക്കേഷൻസ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ലാംഗ്വേജിലൂടെയാണ് നടത്തുന്നത്. These practices are influenced by social and cultural norms which determines who can speak and how they can speak in different contexts. ഇനി ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് കണ്ടെക്സ്റ്റുകൾ നമ്മുടെ എവറിഡേ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഓരോയിടത്തും ആൾക്കൊക്കെ എങ്ങനെയൊക്കെ സംസാരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള സോഷ്യൽ കൾച്ചറൽ നോംസിലൂടെയാണ് ലാംഗ്വേജിലൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ കോളേജിൽ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ വീട്ടിൽ സംസാരിക്കുന്നതോ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഒരു
ഓഫീസിൽ പോയി കഴിഞ്ഞാൽ സംസാരിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ സോഷ്യൽ നോംസും അതുപോലെ തന്നെ കൾച്ചറൽ നോംസും എല്ലാം തന്നെ ഈ ലാംഗ്വേജിലൂടെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. Language therefore becomes a medium of social practice as it reflects and reinforces social structures. അത്തരത്തിൽ ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾ മാത്രമല്ല, ഒരു സോഷ്യൽ പ്രാക്ടീസിൻ്റെ ടൂൾ കൂടിയാണ്. അതിലൂടെയാണ് ഈ സോഷ്യൽ സ്ട്രക്ചേഴ്സ് റീഇൻഫോഴ്സ് ചെയ്യപ്പെടുകയും റിഫ്ലക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതെന്ന് നമ്മൾ പറയുന്നു. Simultaneously, language is a key marker of social identity. ഇതുകൂടാതെ നമ്മുടെ സോഷ്യൽ ഐഡൻറ്റിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതും ലാംഗ്വേജിലൂടെയാണ്. The way an individual speaks, including accents, vocabulary and speech styles, express their social identity. ഒരാൾ സംസാരിക്കുന്ന ആക്സെൻറ്റ്, ഡയലക്റ്റ്, അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്നിവയെല്ലാം തന്നെ അയാളുടെ സോഷ്യൽ ഐഡൻറ്റിറ്റി റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. ഇത് റിഫ്ലക്ട്സ് ഏജ്, ക്ലാസ്, ജെൻഡർ, എത്നിസിറ്റി ആൻഡ് അതർ ആസ്പെക്ട്സ് ഓഫ് വൺസ് ഐഡൻറ്റിറ്റി. ഒരാളുടെ ഏജ്, ക്ലാസ്, ജെൻഡർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള സ്പീച്ച് സ്റ്റൈലിലൂടെയും ഉപയോഗിക്കുന്ന വാക്കുകളിലൂടെയും എക്സ്പ്രസ് ചെയ്യപ്പെടും എന്നുള്ളത് നമ്മൾ നേരത്തെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എക്സാമ്പിൾസ് ഒക്കെ വെച്ച് പറഞ്ഞിരുന്നു. Individuals use language strategically to construct and negotiate their social identity. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് സ്ട്രാറ്റജിക് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐഡൻറ്റിറ്റി നമുക്കൊരു പ്രത്യേക രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കും എന്നാണ് പറയുന്നത്. കോഡ് സ്വിച്ചിങ്, ഡയലക്ട്സ് ആൻഡ് അതർ മെക്കാനിസം ഫെസിലിറ്റേറ്റ് ദിസ് നാവിഗേഷൻ. അപ്പോൾ ഇത്തരത്തിൽ കോഡ് സ്വിച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. നമ്മളൊരു ഓഫീസിൽ പോയി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കോളേജിൽ സംസാരിക്കുമ്പോൾ, വീട്ടിൽ സംസാരിക്കുമ്പോൾ എല്ലാം നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ലാംഗ്വേജ് നമ്മൾ മാറുന്നു. ഇതാണ് കോഡ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ടെക്നിക്സിലൂടെ നമുക്ക് നമ്മുടെ സോഷ്യൽ ഐഡൻറ്റിറ്റി നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. One can belong, resist or differentiate themselves from a social class with particular ways of language use. അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രത്യേക രീതിയിൽ ലാംഗ്വേജ് ഉപയോഗിക്കുന്നതിലൂടെ നമുക്കൊരു സോഷ്യൽ ക്ലാസിൻ്റെ ഭാഗമാകാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് വേറിട്ട് നിൽക്കാനോ എല്ലാം സാധിക്കും. Social identity is thus not a static trait, but continually formed and reformed through communicative acts. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ സോഷ്യൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് അല്ല, മറിച്ച് നമ്മൾ ഓരോ സിറ്റുവേഷനിലും എങ്ങനെ സംസാരിക്കുന്നു, ഏതൊക്കെ വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നതിലൂടെ കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്ന ഒന്നാണ്. The performative nature of language shows that language is not just a medium of communication, language is also a medium of social practice and social identity. അപ്പോൾ അത്തരത്തിൽ ഈ ലാംഗ്വേജിൻ്റെ പെർഫോമേറ്റീവ് നേച്ചറിലൂടെ നമ്മൾ കാണുന്നത് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾ മാത്രമല്ല, ലാംഗ്വേജ് ഒരു സോഷ്യൽ പ്രാക്ടീസിൻ്റെ മീഡിയവും അതുപോലെ തന്നെ സോഷ്യൽ ഐഡൻറ്റിറ്റി ഫോർമേഷൻ്റെ ടൂളുമാണെന്ന് നമുക്ക് കാണാവുന്നതാണ്. Critically analyze the role of language in literature as a means of constructing meaning, expressing cultural identity and challenging dominant ideologies. ഇനി ലിറ്ററേച്ചറിനകത്ത് എങ്ങനെയാണ് ലാംഗ്വേജ് മീനിങ് കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ കൾച്ചറൽ ഐഡൻറ്റിറ്റി എക്സ്പ്രസ് ചെയ്യുന്നതിനും ഡോമിനൻ്റ് ഐഡിയോളജീസ് ചലഞ്ച് ചെയ്യുന്നതിനുമുള്ള ടൂളായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് ചോദിക്കുന്നു. ലാംഗ്വേജ് ഫങ്ഷൻസ് ആസ് ബോത്ത് എൻ എസ്തെറ്റിക് ആൻഡ് ഐഡിയോളജിക്കൽ ടൂൾ ഇൻ ലിറ്ററേച്ചർ. നമ്മൾ നേരത്തെ പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നതുപോലെ ലിറ്ററേച്ചറിനകത്ത് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരേ സമയത്ത് ഒരു എസ്തെറ്റിക് ടൂളും ഐഡിയോളജിക്കൽ ടൂളുമാണ്. Beyond storytelling, strategic use of language contributes to the construction of meaning, expression of cultural identity, and resistance to dominant ideologies. അപ്പോൾ ഒരു സ്റ്റോറി ടെല്ലിംഗ് എന്നതിൻ്റെ അപ്പുറത്തേക്ക് ലിറ്ററേച്ചറിനകത്ത് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ടാണ് കൾച്ചറൽ ഐഡൻറ്റിറ്റി എക്സ്പ്രസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഐഡിയോളജീസ് എതിർക്കുകയോ അല്ലെങ്കിൽ റീഇൻഫോഴ്സ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. Writers use various literary devices such as narrative voice, symbolism and metaphor to build alternative realities. അപ്പോൾ ലിറ്ററേച്ചറിനകത്ത് നമുക്കറിയാം റിയാലിറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ മാത്രമല്ല, ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മളതിനെയാണ് ഫിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നരേറ്റീവ് വോയിസ്, സിംബോളിസം, മെറ്റഫർ തുടങ്ങിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ലിറ്റററി ഡിവൈസസ് ഉപയോഗിക്കുന്നു. These linguistic choices allow multiple interpretations and reader engagement in the construction of meaning. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ് മീനിങ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. നമുക്കറിയാം സിംബോളിസം, മെറ്റഫർ എന്നൊക്കെ പറയുന്നത് എന്താണ്, ഈ എഴുതിയ കാര്യത്തിന് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സിംബോളിക് ആയിട്ടുള്ള മീനിങ് ഉണ്ടാകുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഈ ഒരു മെറ്റഫർ, സിംബോളിസം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കാണുന്നത് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് മൾട്ടിപ്പിൾ മീനിങ്സ് കൺസ്ട്രക്ട് ചെയ്യുകയാണ്. അതായത് ഒരു കാര്യത്തിന് തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്കൊക്കെ ലാംഗ്വേജിലൂടെ മീനിങ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും.
ലാംഗ്വേജ് കോൺട്രിബ്യൂട്ട്സ് ടു ദി എക്സ്പ്രഷൻ ഓഫ് കൾച്ചറൽ ഐഡൻറ്റിറ്റി. ഇതുകൂടാതെ ലിറ്ററേച്ചറിനകത്തുള്ള ലാംഗ്വേജിലൂടെ കൾച്ചറൽ ഐഡൻറ്റിറ്റി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഫോർ ഇൻസ്റ്റൻസ്, പോസ്റ്റ് കൊളോണിയൽ ആൻഡ് ഡയസ്പോറിക് ലിറ്ററേച്ചേഴ്സ് യൂസ് ഹൈബ്രിഡ് ലാംഗ്വേജ് ഫോംസ് ടു അസർട്ട് കൾച്ചറൽ ഐഡൻറ്റിറ്റി. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു പോസ്റ്റ് കൊളോണിയൽ ഡയസ്പോറിക് ലിറ്ററേച്ചറിനകത്ത് ഹൈബ്രിഡ് ലാംഗ്വേജും ഗ്രാമറും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് കൾച്ചറൽ ഐഡൻറ്റിറ്റി എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞു. നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയൊക്കെ ഒരു ലാംഗ്വേജിനകത്ത് നമുക്കറിയാം അച്ചടി ഭാഷയല്ല അദ്ദേഹം ഉപയോഗിക്കുന്നത്, ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റി അവിടെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് ലിറ്ററേച്ചറിനകത്ത് കൾച്ചറൽ ഐഡൻറ്റിറ്റി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ദ യൂസ് ഓഫ് ഇൻഡിജിനസ് വൊക്കാബുലറി ആൻഡ് ഓറൽ ട്രഡീഷൻസ് ആർ ഇൻറ്റഗ്രേറ്റഡ് ടു ചലഞ്ച് കൊളോണിയൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ലാംഗ്വേജ്. അപ്പോൾ ഇവിടെ ലാംഗ്വേജിൻ്റെ ഒരു ഡീകൊളണൈസേഷൻ കൂടിയാണ് നടക്കുന്നത്. അതായത് അച്ചടി ഭാഷ മാത്രമാണ് നല്ലത്, പ്രാദേശികമായിട്ടുള്ള വെറൈറ്റീസ് എല്ലാം മോശമാണെന്ന തരത്തിലുള്ള ആ ഒരു ഐഡിയോളജിയെ കൂടി ഇതിലൂടെ ചലഞ്ച് ചെയ്യുന്നു. ലിറ്ററേച്ചർ ഓൾസോ ചലഞ്ചസ് ഡോമിനൻ്റ് നരേറ്റീവ്സ് ത്രൂ ദ സ്ട്രാറ്റജിക് യൂസ് ഓഫ് ലാംഗ്വേജ്. ഇതുകൂടാതെ സമൂഹത്തിനകത്തുള്ള ഡോമിനൻ്റ് നരേറ്റീവ്സിനെ ലിറ്ററേച്ചറിനകത്ത് എതിർക്കാൻ വേണ്ടി സാധിക്കുന്നു. ത്രൂ നരേറ്റീവ് വോയിസ് റൈറ്റേഴ്സ് ആംപ്ലിഫൈ മാർജിനലൈസ്ഡ് വോയിസസ് ആൻഡ് ഹൈലൈറ്റ് ആൾട്ടർനേറ്റീവ് പെർസ്പെക്റ്റീവ്സ്. നരേറ്റീവ് വോയിസിലൂടെയാണ് ഈ മാർജിനലൈസ്ഡ് വോയിസസ് എല്ലാം ലിറ്ററേച്ചറിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. നമ്മൾ എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞിരുന്നു യെല്ലോ വാൾപേപ്പർ എന്ന് പറയുന്ന സ്റ്റോറിക്കകത്ത് നരേറ്റർ വരുന്നത് എന്താണ്, ഡിപ്രഷൻ കാരണം കൊണ്ട് മാനസിക നില തകർന്നു പോകുന്ന ഒരാളുടെ വോയിസ് ആണ് അവിടെ വന്നതെന്നുള്ളത്. അതുപോലെ ഫ്രാങ്കൻസ്റ്റൈനിലെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള നരേറ്റീവ് വോയിസിലൂടെ മാർജിനലൈസ്ഡ് വോയിസ് ഈ ലിറ്ററേച്ചറിലൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി സാധിക്കും. Thus, language in literature is not just a tool for storytelling. Language plays an integral role in the construction of meaning, expression of cultural identity and resistance of dominant ideology. അത്തരത്തിൽ ലിറ്ററേച്ചറിനകത്ത് ലാംഗ്വേജ് എന്ന് പറയുന്നത് സ്റ്റോറി ടെല്ലിങ്ങിനുള്ളൊരു ടൂൾ മാത്രമല്ല, മറിച്ച് മീനിങ് കൺസ്ട്രക്ഷൻ്റെയും കൾച്ചറൽ ഐഡൻറ്റിറ്റി എക്സ്പ്രസ് ചെയ്യുന്നതിൻ്റെയും ഡോമിനൻ്റ് ഐഡിയോളജി റെസിസ്റ്റ് ചെയ്യുന്നതിൻ്റെയും ഒരു ടൂളായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇനി ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, examine how language functions as a tool of power and persuasion in media and policy documents. ഇനി മീഡിയയ്ക്കകത്തും പോളിസി ഡോക്യുമെൻറ്റ്സിനകത്തും ലാംഗ്വേജ് എങ്ങനെയാണ് പവറിൻ്റെയും പെർസുവേഷൻ്റെയും ടൂളായിട്ട് പ്രവർത്തിക്കുന്നത്. പെർസുവേഷൻ എന്ന് പറയുന്നത് ആളുകളെ സ്വാധീനിക്കുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. പവർ എന്ന് പറയുന്നത് നമുക്കറിയാം അധികാരമാണ് ഉദ്ദേശിക്കുന്നത്. Language in media and policy documents functions as a powerful tool for shaping public perception and reinforcing authority. അപ്പോൾ മീഡിയയ്ക്കകത്തും പോളിസി ഡോക്യുമെൻറ്റ്സിനകത്തും ഉപയോഗിക്കുന്ന ലാംഗ്വേജ് പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്നതും അതുപോലെ തന്നെ പവർ സ്ട്രക്ചേഴ്സിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നതുമാണ്. Through strategic word choices and narrative framing, language in media and policy documents influence public perception. അപ്പോൾ സ്ട്രാറ്റജിക് വേർഡ് ചോയ്സസ് ഏത് തരത്തിലുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത് എന്നതിലൂടെയും ഫ്രെയിമിംഗ് എന്ന് പറയുന്നത് ഒരു വിഷയത്തിന് രണ്ട് വശങ്ങളുണ്ടായിരിക്കും, നല്ലതും മോശവും ഉണ്ടായിരിക്കും. അതിൽ ഏതാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള ചോയ്സസിലൂടെയെല്ലാം പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കാൻ വേണ്ടി സാധിക്കും. Media uses language to frame issues, shape public opinion, and construct social narratives through selective vocabulary and imagery. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സെലക്റ്റീവ് ആയിട്ടുള്ള വൊക്കാബുലറി ഉപയോഗിക്കുന്നതിലൂടെയും ഫ്രെയിം ചെയ്യുന്നതിലൂടെയും ഈ പൊതുജനാഭിപ്രായത്തെ രൂപപ്പെടുത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. Word choices such as illegal immigrant compared to undocumented migrant carry ideological weight and guide moral judgments. അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഇല്ലീഗൽ ഇമിഗ്രൻ്റ് എന്ന് പറയുന്നതും അൺഡോക്യുമെൻറ്റഡ് മൈഗ്രൻ്റ് എന്ന് പറയുന്നതും ഒരേ വ്യക്തികളെ വ്യത്യസ്ത രീതിയിൽ നോക്കി കാണാൻ സമൂഹത്തിനെ പ്രേരിപ്പിക്കുന്നതാണ്. ഇതുകൂടാതെ നമ്മൾ വേറെ എക്സാമ്പിൾസ് പറയുകയുണ്ടായി. ഈ റയറ്റ് എന്നും പ്രൊട്ടസ്റ്റ് എന്നും ഒരു സമരത്തിനെ വിളിക്കുന്നത്, അതുപോലെ തന്നെ ടെററിസ്റ്റ് എന്നും ഫ്രീഡം ഫൈറ്റർ എന്നും ആളുകളെ വിശേഷിപ്പിക്കുന്നത് തുടങ്ങിയതൊക്കെയും വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിലുള്ള പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിൽ സ്വാധീനിക്കുന്നതാണ്. Euphemisms, modality, and rhetorical strategies are used to persuade or normalize specific viewpoints. ഇനി മീഡിയയ്ക്കകത്ത് സാധാരണ ഉപയോഗിക്കുന്ന ടൂൾസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. യൂഫെമിസം എന്ന് പറയുന്നത് ഒരു കാര്യത്തെ ചെറുതാക്കി അവതരിപ്പിക്കുന്നതാണ്. ഉദാഹരണത്തിന് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിവിലിയൻ കാഷ്വാലിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഒരുപക്ഷെ കൊളാറ്ററൽ ഡാമേജ് എന്ന രീതിയിൽ അവതരിപ്പിക്കുക. അല്ലെങ്കിൽ മൊഡാലിറ്റി എന്ന് പറയുന്നത് ഒരു വിഷയം അവതരിപ്പിക്കുന്ന ടോണാണ് ഉദ്ദേശിക്കുന്നത്. റിട്ടോറിക്കൽ സ്ട്രാറ്റജീസ് നമുക്കറിയാം പലപ്പോഴും ഇമോഷണൽ ആയിക്കൊണ്ടൊക്കെ മീഡിയയ്ക്കകത്തുള്ള അവതരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്.
Then the use of the term collateral damage instead of civilian casualty, riot compared to protest are examples of such techniques. അപ്പോൾ നമ്മൾ ഈ എക്സാമ്പിൾസിനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ടെക്നിക്സ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് മീഡിയാസ് പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്നുണ്ട്. Policy documents use formal legalistic language that appears neutral but often reflects institutional ideologies. ഇനി പോളിസി ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഔദ്യോഗിക രേഖകൾക്കകത്തുള്ള ലാംഗ്വേജ് നമുക്കറിയാം വളരെ ഫോർമൽ ആയിട്ടുള്ളൊരു ലാംഗ്വേജ് ആണ് ഉണ്ടാവുക. നമുക്കത് ന്യൂട്രൽ ആണെന്ന് തോന്നും, പക്ഷേ അതിനകത്തും ഈ ഐഡിയോളജീസ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാവുന്നതാണ്. Such a language defines categories like at risk or qualified, which then influences access to rights and resources. അപ്പോൾ ഈ പോളിസിക്കകത്ത് സോഷ്യൽ കാറ്റഗറീസ് സൃഷ്ടിക്കപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അറ്റ് റിസ്ക് അല്ലെങ്കിൽ ക്വാളിഫൈഡ് എന്നുള്ള കാറ്റഗറീസ് ഉണ്ടാക്കുക. നമ്മുടെ ഒരു സാമൂഹിക സാഹചര്യത്തിലാണെങ്കിൽ നമുക്കറിയാം ബാക്ക്വേർഡ് ക്ലാസ്, കാസ്റ്റ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള സോഷ്യൽ കാറ്റഗറീസ് ഉണ്ടാക്കുന്നത് ഈ പോളിസി ഡോക്യുമെൻറ്റ്സിനകത്ത് നമുക്ക് കാണാവുന്നതാണ്. Policy language creates social categories with terms such as backward castes or classes. These terms influence how different social groups are treated in society. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള സോഷ്യൽ കാറ്റഗറീസ് ഈ പോളിസി ലാംഗ്വേജിനകത്ത് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ബാക്ക്വേർഡ് കാസ്റ്റ്, ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറയുന്നത് എന്ത് അർത്ഥത്തിലാണ് ബാക്ക്വേർഡ് എന്ന് പറയുന്നത് എന്നുള്ളത് അവിടെ ഡിഫൈൻ ചെയ്യുന്നില്ല. നമുക്കറിയാം എക്കണോമിക് വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന വേറൊരു ടേം നമുക്കറിയാവുന്നതാണ്. അത് എക്കണോമിക് വീക്കർ ആണെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാക്ക്വേർഡ് എന്ന് പറയുന്നത് എന്നുള്ളത് ഇവിടെ പറയുന്നില്ല. അപ്പോൾ അത്തരത്തിൽ സോഷ്യൽ കാറ്റഗറീസ് ഉണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ ആ ഒരു സോഷ്യൽ ഹൈറാർക്കി റിഫ്ലക്റ്റ് ചെയ്യുന്ന തരത്തിലൊക്കെയാണ് പോളിസി ഡോക്യുമെൻറ്റ്സിനകത്തുള്ള ലാംഗ്വേജ് വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ്. Therefore, language in media and policy documents functions as a tool of persuasion and power. അപ്പോൾ അത്തരത്തിൽ ഈ പോളിസി ഡോക്യുമെൻറ്റ്സിലും മീഡിയയ്ക്കകത്തും ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഒരു പവറിൻ്റെയും പെർsuasionൻ്റെയും ടൂളായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ലാംഗ്വേജ് യൂസ് ഇൻ മീഡിയ ആൻഡ് പോളിസി സിഗ്നിഫിക്കൻ്റ്ലി ഇൻഫ്ലുവൻസ് പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് റീഇൻഫോഴ്സ് പവർ സ്ട്രക്ചേഴ്സ്. അത്തരത്തിൽ ഈ പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുകയും സോഷ്യൽ ഹൈറാർക്കീസ് റീഇൻഫോഴ്സ് ചെയ്യുകയും ചെയ്യുന്ന തരത്തിലാണ് മീഡിയയ്ക്കകത്തും അതുപോലെ പോളിസി ഡോക്യുമെൻറ്റ്സിനകത്തും ലാംഗ്വേജ് നമുക്ക് കാണാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.